ഹലോ. സോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്തതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ കൺജഷൻ കൺട്രോൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ കൺജഷൻ എന്താണെന്ന് വരെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്കൊരു നെറ്റ്വർക്കിൻ്റെ കപ്പാസിറ്റിയെക്കാട്ടി കൂടുതൽ അതിലേക്ക് നമ്പർ ഓഫ് പാക്കറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റ ട്രാഫിക് വരുമ്പോഴാണ് അവിടെ നമുക്ക് കൺജഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ കൺജഷൻ ഉണ്ടായ പ്രശ്നമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ കൺജഷൻ ലോഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിന് താങ്ങാൻ കപ്പാസിറ്റിയിൽ കൂടുതൽ ലോഡ് നമ്പർ ഓഫ് പാക്കറ്റ്സ് ട്രാഫിക് ആ നെറ്റ്വർക്കിലേക്ക് വരുമ്പോഴാണ് കൺജഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നെറ്റ്വർക്ക് പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. ഇങ്ങനൊരു കൺജഷൻ വന്നു കഴിഞ്ഞാൽ അത് നെറ്റ്വർക്ക് പെർഫോമൻസിനെ നമുക്ക് യൂഷ്വലി എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് ഓക്കെ ഓക്കെ one second. Okay, so നമുക്ക് ആ ഒരു കൺജഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ബാധിക്കുക എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അതായത് മെയിൻലി നമുക്ക് എങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നെറ്റ്വർക്ക് എന്തുകൊണ്ടാണ് കൺജഷൻ വരുന്നത് എന്നുള്ളത്. അതായത് നമുക്ക് ബഫറുകൾ അല്ലെങ്കിൽ നമുക്ക് ക്യൂ അല്ലെങ്കിൽ ബഫർ അല്ലെങ്കിൽ സ്റ്റോറേജ് നമുക്ക് റൂട്ടറുകളുടെ ഇൻപുട്ടിലോ ഔട്ട്പുട്ടിലോ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ യൂഷ്വലി ചെയ്യും. അത് നമ്മുടെ ഫ്ലോ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബഫറുകൾ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ക്യൂ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസസോ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് വെയിറ്റിംഗ് ടൈം ഉണ്ടാകുന്നത്. ആ വെയിറ്റിംഗ് ടൈമാണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന. എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് നമ്മളൊരു ഫ്രീ ഫ്ലോ ആയിട്ടുള്ളൊരു ആണെങ്കിൽ പോകുന്നൊരു ട്രാഫിക് ഇപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരിക്കലും ഒരു കൺജഷൻ ഉണ്ടാകത്തില്ല. അതേസമയം ഒരു ട്രാഫിക് സിഗ്നലോ ഒരു തടസ്സമോ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു കൺജഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരുന്നത്. ഒരു ജംഗ്ഷൻ വരുമോ ഒരു സിഗ്നൽ വരുമോ ഒക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ട്രാഫിക്കിൻ്റെ കേസിലും വരുന്നത്. ഇവിടെയും നമുക്ക് ബഫറുകൾ നമ്മളൊരു റൂട്ടറിൻ്റെ ഇൻപുട്ട് ഇൻ്റർഫേസുകളിലും ഔട്ട്പുട്ട് ഇൻ്റർഫേസുകളിലും നമുക്ക് എന്തുണ്ടാവും, ഇൻപുട്ട് ബഫറുകളും ഔട്ട്പുട്ട് ബഫറും ഉണ്ടാവും. ഈ ഇൻപുട്ട് ബഫറും ഔട്ട്പുട്ട് ബഫറുമാണ് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്, നമുക്ക് കൺജഷൻ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു ഗ്രാഫിക്കലായിട്ട് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നെറ്റ്വർക്ക് പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കുന്നത്, നമുക്കൊരു നമ്മുടെ ലോഡ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്ന ലോഡ് നമ്പർ ഓഫ് പാക്കറ്റ്സിന് എണ്ണം ലോഡ്, അതിനാൽ ലോഡെന്ന് പറയുന്നത് ആ ലോഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ പാക്കറ്റുകളുടെ സ്പീഡ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സ്പീഡ് അല്ലെങ്കിൽ അതിനകത്ത് എന്തുമാത്രം ഡിലേ വരുന്നുണ്ട്, സ്പീഡ് എത്രമാത്രം സ്പീഡിലാണ് നമ്മുടെ പാക്കറ്റുകൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്നത്, ആ ഡിലേയുടെ കേസിൽ എങ്ങനെ വ്യത്യാസം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ലോഡ് ഒന്നുമില്ല. ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ലോഡൊന്നുമില്ല മീൻസ് നമ്മൾ വളരെ കുറവ് ഒന്നുമില്ല അല്ലെങ്കിൽ വളരെ കുറവ് ആണെങ്കിൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഈ ഒരു പോയിന്റാണ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് കപ്പാസിറ്റിയുടെ അടുത്തൊന്നുമില്ല, കപ്പാസിറ്റിയിൽ ഒത്തിരി കുറവാണ് നമ്മുടെ ലോഡെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിലേ എന്ന് പറയുന്നത് എന്താണ്, ഉള്ളതിൽ ഏറ്റവും കുറവാണ്. സീറോ ഡിലേ ആയിരിക്കത്തില്ല, കാരണം എന്തായാലും അവിടെ പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവും. ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിൽ നിന്ന് ഒരു പ്രൊപ്പഗേഷൻ ഡിലേ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈവൻ ഈ ലോഡ് കപ്പാസിറ്റിയെക്കാട്ടി വളരെ കുറവാണ്, ഒറ്റ പാക്കറ്റ് ഉള്ളെങ്കിൽ പോലും നമ്മുടെ ഡിലേ സീറോ ആവില്ല. കാരണം ഞാൻ ട്രാൻസ്മിഷൻ അല്ലേ, അപ്പോൾ എന്തായാലും ഡിലേ ഉണ്ടാവും ട്രാൻസ്മിറ്ററിൽ റിസീവറിലേക്ക്. അപ്പോൾ ഡിലേ സീറോ ആയി തുടങ്ങില്ല, പക്ഷേ ഏറ്റവും കുറവായിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ്, ആ നെറ്റ്വർക്കിലേക്കുള്ള ലോഡ് കൂടി കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വലിയ കുഴപ്പമില്ല, അത് ഡിലേ അങ്ങനെ തന്നെ പോകും. ഈ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് അടുക്കുന്ന സമയത്തോടും ഈ ഡിലേ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഇനി കപ്പാസിറ്റിയോട് അടുത്ത് കപ്പാസിറ്റി മാക്സിമം നിറയാറായി അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ കപ്പാസിറ്റിയുടെ മാക്സിമം ആവാറാകുമ്പോഴത്തേക്ക് നമ്മുടെ ഡിലേ എക്സ്പോണൻഷ്യലായിട്ട് കൂടി മാക്സിമം ഡിലേ വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റിയെക്കാട്ടിൽ അല്ലെങ്കിൽ കപ്പാസിറ്റി എടുത്തോളം കപ്പാസിറ്റിയെക്കാട്ടി കൂടുതൽ ലോഡ് കൂടുന്നതനുസരിച്ച് ഡിലേ എക്സ്പോണൻഷ്യലായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഡിലേ കൂടുന്ന എവിടെയാണ്,
നമ്മുടെ നെറ്റ്വർക്കിലുള്ള ലോഡ് നമ്മുടെ നെറ്റ്വർക്ക് കപ്പാസിറ്റിയെക്കാട്ടി അടുത്ത് വരുമ്പോഴോ നെറ്റ്വർക്ക് കപ്പാസിറ്റിയെക്കാട്ടി കൂടുതൽ വരുമ്പോൾ ഡിലേ എന്ത് ചെയ്യും, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡിലേകൾ വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താ, ഇത് മേളിൽ തന്നെയല്ലേ പോണേ, കുറേ കഴിയുമ്പോൾ എന്ത് പറ്റും, ഇൻഫിനിറ്റ് ഡിലേയാണ്, പാക്കറ്റ് ഒന്നും എത്താത്തൊരു സിറ്റുവേഷൻ, ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഒരു പാക്കറ്റ് വരാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ലോഡ് കുറവായിരിക്കുന്ന സമയത്ത്, കപ്പാസിറ്റിയെക്കാട്ടി വളരെ കുറവായ സമയത്ത് ഡിലേ വളരെ കുറവായിരിക്കും. ലോഡ് കൂടുന്നതനുസരിച്ച് ആദ്യം കുറച്ച് നേരം സ്റ്റേബിളായിട്ട് നിൽക്കും, അതിനുശേഷം കപ്പാസിറ്റിയോട് അടുക്കുന്നതനുസരിച്ച് ഡിലേയുടെ വാല്യൂ എക്സ്പോണൻഷ്യലായിട്ട് കൂടിക്കൊണ്ടിരിക്കും, അവസാനം അത് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ഡിലേ വേഴ്സസ് ലോഡിൻ്റെ ഒരു ഗ്രാഫ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കണം, ഞാനത് മനസ്സിലാക്കി തരികയാണ്. ഇനി നമ്മൾ ഈ സെയിം ലോഡിനെ നമുക്കൊരു ത്രോപുട്ടിൻ്റെ ഫംഗ്ഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ത്രോപുട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാക്കറ്റ്സ്. ഇപ്പം അതിന് എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്ന് അറിയുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഇതാണ് ത്രോപുട്ട് എന്ന് പറയുന്നത്. അത് ഒരു കറസ്പോണ്ടിങ് പോയിന്റിൽ കൂടെ അല്ലെങ്കിൽ റൂട്ടറിൽ കൂടെ അറ്റ് എ ടൈം ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ ആണെങ്കിൽ പോയിന്റിൽ കൂടെ അല്ലെങ്കിൽ റൂട്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സ്, എത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് പാസ് ചെയ്യുന്നു അത്രയും നല്ല ത്രോപുട്ട്. എത്രമാത്രം ഒരു കൺജഷനൊന്നും ഇല്ലാതെ എത്രയും ബിറ്റുകൾ ഒരു റൂട്ടറിൽ കൂടെ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നോ അത്രയും നല്ലത്. ഇപ്പോൾ ത്രോപുട്ട് കൂടുതലാണ് എപ്പോഴും നല്ലത്, നമുക്ക് അത്ര നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണെന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമുക്ക് നോക്കാം, ലോഡ് ഏറ്റവും കുറവ്, ലോഡ് 0 ലോഡ് ഒന്നും കൊടുത്തിട്ടില്ല, കപ്പാസിറ്റിയുടെ വാല്യൂ പോയിന്റ് ഇവിടെയാണ്, മാക്സിമം കപ്പാസിറ്റി പോയിന്റ് ഇവിടെയാണ്, ലോഡ് 0 ഇനി ഒന്നും ഒരു ബിറ്റ് പോലും അയക്കുന്നില്ല. ഒരു ബിറ്റ് പോലും അയക്കാത്തപ്പം നമ്മൾ നെറ്റ്വർക്ക് കൂടെ പോകുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. സോ ത്രോപുട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി നമ്മുടെ ആണെങ്കിൽ കപ്പാസിറ്റിയുടെ അടുത്ത് നമ്മൾ ലോഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, പതുക്കെ കൂടുതൽ നമ്പർ ഓഫ് ബിറ്റുകൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കും. നമ്പർ ഓഫ് ബിറ്റ് അയക്കുന്നത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ത്രോപുട്ടും കൂടിക്കൊണ്ടിരിക്കും, കാരണം ഇവിടെ കപ്പാസിറ്റിയുടെ അടുത്തൊന്നുമല്ല. അപ്പോൾ നമ്മുടെ കൂടി കപ്പാസിറ്റി വരുന്നിടം വരെയും എത്ര ബിറ്റുകൾ ഞാൻ അയക്കുന്നോ അത്രയും ബിറ്റുകൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, നെറ്റ്വർക്ക് കൂടെ ട്രാൻസ്മിറ്റ് ആകും, പ്രശ്നമില്ല. കപ്പാസിറ്റി വരെ അതിന് ഹാൻഡിൽ ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്, നെറ്റ്വർക്കിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ത്രോപുട്ട് എന്ത് ചെയ്യും, അതനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ലോഡ് കൂടി കൊടുത്തു, കപ്പാസിറ്റിയോട് അടുക്കുന്ന മാക്സിമം കപ്പാസിറ്റിയോട് എടുക്കുന്നിടം വരെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമ്മുടെ ത്രോപുട്ട് കൂടി വരുന്നു. ഇനി കപ്പാസിറ്റി കഴിഞ്ഞിട്ടും ഞാൻ ലോഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചു, മാക്സിമം കപ്പാസിറ്റി കഴിഞ്ഞിട്ടും പിന്നെ ലോഡ് കൂട്ടിക്കൊണ്ടിരുന്ന അവിടെയാണ് എന്ത് വരുന്നത്, ഡിലേ വരുന്നത്. ഡിലേ അല്ലെങ്കിൽ കൺജഷൻ ഉണ്ടാവും. കൺജഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന അത്രയും ലോഡ് അല്ലെങ്കിൽ അത്രയും ബിറ്റുകളോ അല്ലെങ്കിൽ ലോഡുകളോ ഒരിക്കലും എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ആവത്തില്ല, ആണെങ്കിൽ ആ പോയിന്റ് കൂടെ ട്രാൻസ്മിറ്റ് ആവത്തില്ല, അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്ത് പോകത്തില്ല. എന്ന് പറഞ്ഞാൽ ത്രോപുട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ത്രോപുട്ട് എന്ത് ചെയ്യും, കുറയും. എന്ന് പറഞ്ഞാൽ ലോഡ് നമ്പർ ഓഫ് ബിറ്റുകൾ അയക്കുന്ന പാക്കറ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ അത്രയും പാക്കറ്റുകൾ പാസ് ചെയ്യത്തില്ല, എല്ലാം ഡിലേ വന്നോ ഡിസ്കാർഡ് ചെയ്തോ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ത്രോപുട്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തുവാണ്, കപ്പാസിറ്റിയോട് അടുക്കുന്നിടം വരെയും നമ്മുടെ ലോഡ് കൂടുന്നതനുസരിച്ച് ത്രോപുട്ട് പ്രൊപ്പോർഷണലി കൂടിക്കൊണ്ടിരിക്കും. കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രോപുട്ട് നേരെ എന്ത് ചെയ്യും, കുറഞ്ഞ് തിരിച്ച് ഓൾമോസ്റ്റ് 0യിലേക്ക് നമ്മുടെ ത്രോപുട്ട് വരും. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്ന എവിടെയാണ്, കപ്പാസിറ്റി വരെയേ നമുക്ക് ത്രോപുട്ട് കൂടുള്ളൂ. പിന്നെ ലോഡ് കൂട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ആണെങ്കിൽ ത്രോപുട്ട് എന്ത് ചെയ്തിരിക്കും, കുറഞ്ഞു വരും. ഇതാണ് നമുക്കതിന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് ശരി കൺജഷൻ വന്നു, ഓക്കെ, നമ്മൾ കൺജഷൻ ആണെങ്കിൽ പ്രശ്നമാണ്, കൺജഷൻ വലിയ കുഴപ്പമുള്ള സാധനമാണ്, ഡിലേ കൂട്ടാൻ ചാൻസ് ഉണ്ട്, ത്രോപുട്ട് കുറയ്ക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ശരി, ഇപ്പോൾ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നറിയണം. ഈ കൺജഷനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. അത് ആ കൺജഷൻ കൺട്രോളിനെ നമ്മൾ രണ്ട് ഇതായിട്ട് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളും ഒന്ന് ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളും. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളും അതുപോലെ തന്നെ ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളും. അതിൽ ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺജഷൻ ഉണ്ടാവുന്നതിന് കൺജഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മെക്കാനിസംസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളിനകത്ത് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, അതായത് ഓൾറെഡി കൺജഷൻ ഉണ്ടായ കൺജഷനെ എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ എങ്ങനെ അലിവിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏതിനകത്ത് പഠിക്കുന്നത്, ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളിൽ പഠിക്കുന്നത്. രണ്ടെണ്ണമുണ്ട്, ഓപ്പൺ ലൂപ്പും ക്ലോസ്ഡ് ലൂപ്പും. ഓപ്പൺ ലൂപ്പിൽ കൺജഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവാതിരിക്കാം എന്ന് വരുന്ന ടെക്നിക്സ് ആണ് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ഇനി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അലിവിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളിൽ പഠിക്കണേ. അപ്പോൾ ആദ്യത്തെ ഇതിനകത്ത് നിങ്ങളുടെ സ്ലൈഡിനകത്ത് ഇപ്പം ഞാൻ കാണിക്കുന്നതിനകത്ത് നിങ്ങൾ അതിൻ്റെ പേര് മാത്രമേ കാണുള്ളൂ, എന്താണെന്ന് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഈ പോർഷൻ നോക്കിയപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും. അത് വളരെ കുറച്ചേ ഉള്ളൂ, വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എടുക്കാം. ഓപ്പൺ ലൂപ്പിനകത്ത് നമുക്ക് 1, 2, 3, 4, 5 ടെക്നിക്സ് ഉണ്ട്. ക്ലോസ് ലൂപ്പിനകത്ത് 4. അപ്പോൾ അതിൽ
ഓപ്പൺ ലൂപ്പിലെ ഫസ്റ്റ് എടുത്ത് നോക്കാം, റീട്രാൻസ്മിഷൻ പോളിസി. അപ്പോൾ ഇതൊന്ന് ഈ ഓർത്തോളുക, ഈ ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കഞ്ചഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് കഞ്ചഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ റീട്രാൻസ്മിഷൻ പോളിസി, റീട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാക്കറ്റ് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് അയക്കുന്നതിന് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കും. റീട്രാൻസ്മിഷൻ വരുന്നത് എവിടെയാണ്, നമ്മളൊരു പാക്കറ്റ് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് അയച്ചു, അതെന്തോ കാരണം കൊണ്ട് കറപ്റ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഡിലീറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഡിസ്കാർഡ് ആയിപ്പോയി, അത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ റിസീവറിന് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും കാരണം ഉള്ളതുകൊണ്ട് അത് അവിടെ നെഗറ്റീവായിട്ട് അവിടെ കിട്ടിയില്ല എന്നുള്ള അക്നോളജ്മെൻറ്റ് വരുമോ, അല്ലെങ്കിൽ ഡിലേ വരുമോ ഒക്കെ ചെയ്ത് കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യും, ആ പാക്കറ്റ് നഷ്ടപ്പെട്ടു പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ആ പാക്കറ്റിനെ ഒന്നും കൂടെ അയക്കും. ഇതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, റീട്രാൻസ്മിഷൻ പോളിസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റീട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഡിലേ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കഞ്ചഷൻ കൂട്ടത്തേ ഉള്ളൂ. കാരണം ഒരു പാക്കറ്റ് അയച്ചു, ആ പാക്കറ്റ് കിട്ടിയില്ല എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ആ പാക്കറ്റ് തന്നെ ഒന്നുകൂടെ അയക്കുന്നത്, മനസ്സിലാവും, ഒന്നുകൂടോ 2 തവണയോ 3 തവണയൊക്കെ അയക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ എത്ര തവണ അയച്ചാലും നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ ദി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുക. റീട്രാൻസ്മിഷൻ നടത്തുമ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, കഞ്ചഷൻ കൂടും, മനസ്സിലായി. അപ്പോൾ റീട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സാധനം യൂഷ്വലി എന്താണ്, കഞ്ചഷൻ കൂട്ടുന്ന സാധനമാണ്. പക്ഷെ നല്ലൊരു റീട്രാൻസ്മിഷൻ പോളിസി ആണെങ്കിൽ അത് ആക്ച്വലി നമ്മൾക്ക് എന്തിനെ ഹെൽപ്പ് ചെയ്യും, നല്ല റീട്രാൻസ്മിഷൻ പോളിസി, അതായത് ചുമ്മാ എല്ലാത്തിനും റീട്രാൻസ്മിറ്റ് ചെയ്യാതെ ആ റീട്രാൻസ്മിഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ട് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി എന്ത് ചെയ്യും, കഞ്ചഷനെ കുറയ്ക്കാൻ സാധിക്കും. ചുമ്മാ എല്ലാത്തിനും അയക്കാതെ അത്യാവശ്യമുള്ളത് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണെങ്കിൽ നമ്മുടെ കഞ്ചഷൻ എന്ത് ചെയ്യും, നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതാണ് റീട്രാൻസ്മിഷൻ പോളിസി. രണ്ടാമത്തെ വിൻഡോ പോളിസി. വിൻഡോ പോളിസി നമ്മൾ വിൻഡോസ് പഠിച്ചതാണ്, നമ്മുടെ മറ്റേ ഫ്ലോ കൺട്രോളിനകത്ത് കണ്ടത് നമ്മൾ വിൻഡോസ് പഠിച്ചതാണ്. അതായത് നമ്മുടെ ഗോ ബാക്ക് എൻ, അതുപോലെ തന്നെ സെലക്റ്റീവ് റിപ്പീറ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് എന്താണ് സ്ലൈഡിംഗ് വിൻഡോസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ വിൻഡോ എന്ന് പറഞ്ഞ സാധനം എന്ത് വരുന്നു, എങ്ങനെ റീട്രാൻസ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പാക്കറ്റുകൾ അവിടെ ചെന്നൊന്ന് ഡിറ്റർമൈൻ ചെയ്യണം, അതിനെ കറക്റ്റായിട്ട് എങ്ങനെ അയക്കണം, ഫ്ലോ കറക്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എറർ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെയായിരുന്നു നമ്മൾ ആ വിൻഡോസിനകത്ത് പഠിച്ചത്. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഓഫ് വിൻഡോസ് പഠിച്ചു. നിങ്ങൾ ആലോചിക്കുകയും അതിൽ നമുക്ക് 2 എണ്ണം എടുക്കുക, ഗോ ബാക്ക് എന്നും സെലക്റ്റീവ് റിപ്പീറ്റും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഗോ ബാക്ക് എൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗോ ബാക്ക് എൻ എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോ എന്ത് വരുന്നു, നമ്മൾ ഓരോ പാക്കറ്റുകൾ നമ്മൾ ട്രാൻസ്മിറ്റർ റിസീവറിലേക്ക് അയക്കുമ്പോൾ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അത് ഓരോന്നിനും അവിടെ പോയിട്ട് എന്ത് വരും, തിരിച്ച് അക്നോളജ്മെൻറ്റ് വരും. അപ്പോൾ ഈ ടൈമർ തീരുന്നതിന് മുമ്പ് ഓരോ പാക്കറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമർ തീരുന്നതിന് മുമ്പ് അവിടെ നിന്ന് എന്ത് ചെയ്തിരിക്കണം, ആ പാക്കറ്റിൻ്റെ അക്നോളജ്മെൻറ്റ് വന്നിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നാമത്തെ പാക്കറ്റ് അയച്ചു, 2 അയച്ചു, 3 അയച്ചു, 4 അയച്ചു, 5 അയച്ചു, ഇതിൻ്റെ എല്ലാം ടൈമർ സ്റ്റാർട്ട് ചെയ്തു, അവിടെ ചെന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ 5 വരെ അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നാമത്തെ പാക്കറ്റിൻ്റെ തിരിച്ച് അക്നോളജ്മെൻറ്റ് വന്ന് കുഴപ്പമൊന്നുമില്ല. 5 വരെ ഞാൻ അയച്ചുകൊണ്ടിരിക്കുക, രണ്ടാമത്തെ പാക്കറ്റിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ച് വന്നില്ല എന്ന് വിചാരിച്ചുള്ളൂ. രണ്ടാമത്തെ പാക്കറ്റിൻ്റെ അക്നോളജ്മെൻറ്റ് വന്നില്ല, രണ്ടാമത്തെ പാക്കറ്റ് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്നാണ് നമുക്ക് ടൈമർ തീർന്നു പോയെങ്കിൽ ഗോ ബാക്ക് എന്നതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്തുവാ, വീണ്ടും 2 തൊട്ട് വീണ്ടും 2, 3, 4, 5 എന്ത് ചെയ്യും, റീട്രാൻസ്മിറ്റ് ചെയ്യും. ഗോ ബാക്ക് എൻ വരെ പുറമിലോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചയക്കുക എന്നുള്ളത്. അപ്പോൾ 2, 3, 4, 5 വീണ്ടും ഞാൻ അയക്കും. അപ്പോൾ പറ്റിയെന്തുവാണ്, നമ്പർ ഓഫ് പാക്കറ്റ് ഞാൻ റീട്രാൻസ്മിറ്റ് ചെയ്ത നമ്പർ ഓഫ് പാക്കറ്റിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്, മനസ്സിലായോ. അപ്പോൾ അത് എന്ത് ചെയ്യും, കഞ്ചഷൻ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതേസമയം സെലക്റ്റീവ് റിപ്പീറ്റ് നോക്കിക്കേ, സെലക്റ്റീവ് റിപ്പീറ്റിലെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ സംഭവിച്ചു, 2, 3, 4, 5 ഒക്കെ അയച്ചു, 2ൻ്റെ ടൈമർ തീർന്നു പോയി, അക്നോളജ്മെൻറ്റ് വന്നില്ലെങ്കിൽ സെലക്റ്റീവ് റിപ്പീറ്റിൽ എന്തേ പറ്റുള്ളൂ, ഈ രണ്ടാമത്തെ പാക്കറ്റ് മാത്രമേ റീട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ, 3, 4, 5 ചെയ്തില്ല, റീട്രാൻസ്മിറ്റ് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാക്കറ്റുകളുടെ എണ്ണം എന്ത് ചെയ്താൽ കുറവാണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാക്കറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അത് പൊതുവെ എന്തിനെ ബാധിക്കും, നമ്മുടെ കഞ്ചഷൻ കുറയ്ക്കാൻ സഹായിക്കും, മനസ്സിലായി. അപ്പോൾ നല്ലൊരു വിൻഡോ പോളിസി ഉണ്ടെങ്കിൽ അതും എന്തിനെ സഹായിക്കും, നമ്മുടെ കഞ്ചഷൻ കൺട്രോളിനെ സഹായിക്കും. അപ്പോൾ റീട്രാൻസ്മിഷൻ പോളിസി, വിൻഡോ പോളിസി. മൂന്നാമത്തെ അക്നോളജ്മെൻറ്റ് പോളിസി. ഈ അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനവും കഞ്ചഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. കാരണം അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു പാക്കറ്റാണ്, റിസീവറിൽ നിന്ന് ട്രാൻസ്മിറ്ററിലേക്ക് തിരിച്ചു വരുന്ന സാധനമാണെന്നേ മാത്രമേ ഉള്ളൂ. പക്ഷേ അതും എന്ത് തന്നെയാണ്, ഒരു പാക്കറ്റ് തന്നെയല്ലേ. ഇപ്പം നമ്പർ ഓഫ് പാക്കറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്തിനെ ബാധിക്കും, അത് നമ്മുടെ ആണെങ്കിൽ കഞ്ചഷനെ ബാധിക്കുന്ന സാധനം തന്നെ. അപ്പോൾ വെറുതെ എല്ലാത്തിനും അങ്ങ് അക്നോളജ്മെൻറ്റ് തിരിച്ച് അയച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ പാക്കറ്റിനും തിരിച്ച് ഓരോരോ അക്നോളജ്മെൻറ്റ് രീതിയിൽ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് വന്നുകൊണ്ടിരുന്ന കഞ്ചഷൻ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതിനും കറക്റ്റായിട്ടൊരു പോളിസി ഡെവലപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം അക്നോളജ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ പാക്കറ്റുകൾക്ക് വേണ്ടി ഒരുമിച്ച് ഒരൊറ്റ അക്നോളജ്മെൻറ്റ് അയക്കുക, അങ്ങനെയുള്ള പല പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്പർ ഓഫ് അക്നോളജ്മെൻറ്റ് പാക്കറ്റ്സ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് അക്നോളജ്മെൻറ്റ് പാക്കറ്റ്സ് കുറച്ചാലും അതൊരു പരിധി വരെ എന്തിനെ കുറയ്ക്കാൻ സഹായിക്കും, കഞ്ചഷനെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നല്ലൊരു അക്നോളജ്മെൻറ്റ് പോളിസി ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കഞ്ചഷൻ ഓപ്പൺ ലൂപ്പായിട്ട് കുറയ്ക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും.
അടുത്തത് ഡിസ്കാർഡിംഗ് പോളിസി. ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാക്കറ്റുകളെ, ആവശ്യമില്ലാത്ത പാക്കറ്റുകളെ കളയുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിനെ കളയുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കാർഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡിസ്കാർഡിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു കൺജഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ഇതാണെങ്കിൽ അതിൽ നമുക്ക് അധികം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന പാക്കറ്റുകളെ കണ്ടുപിടിച്ച് ഡിസ്കാർഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ആവശ്യമുള്ള പാക്കറ്റുകൾ ഏതാ, എമർജൻസി ഉള്ള പാക്കറ്റുകൾ ഏതാ, ഇൻ കേസ് കളഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള പാക്കറ്റുകൾ ഏതാ, ഇങ്ങനെയുള്ള പാക്കറ്റുകളെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാക്കറ്റുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞാൽ ഒരു പരിധി വരെ നമ്പർ ഓഫ് പാക്കറ്റ്സ് നമുക്ക് നെറ്റ്വർക്കിൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺജഷൻ ഒരു പരിധി വരെ കുറയ്ക്കാം. അത് അൽഗോരിതംസ് യൂസ് ചെയ്ത്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ലൊരു ഡിസ്കാർഡിംഗ് പോളിസി അല്ലെങ്കിൽ നല്ലൊരു ഡിസ്കാർഡിംഗ് അൽഗോരിതം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള, എമർജൻസി ഉള്ളതും എമർജൻസി ഇല്ലാത്തതുമായിട്ടുള്ള പാക്കറ്റുകളെ കണ്ടുപിടിച്ച് അതിൽ എമർജൻസി ഇല്ലാത്തതിന്, കൺജഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ എമർജൻസി ഇല്ലാത്ത ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുന്ന പാക്കറ്റുകൾ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം ഉണ്ടാക്കിയാൽ നമുക്ക് എന്തിനെ കുറയ്ക്കാൻ പറ്റും? കൺജഷനെ കുറയ്ക്കാൻ, കൺജഷൻ ഉണ്ടാവാതിരിക്കാൻ നോക്കാൻ നമുക്കൊണ്ട് പറ്റും. ഇനി വേറൊരെണ്ണം അഡ്മിഷൻ പോളിസി. അഡ്മിഷൻ പോളിസി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു നെറ്റ്വർക്ക് അത്യാവശ്യം അതിൻ്റെ കപ്പാസിറ്റിയുടെ അടുത്ത് ലോഡിൽ ഓടിക്കൊണ്ടിരിക്കുക, ഓൾമോസ്റ്റ് കപ്പാസിറ്റി അടുത്ത് ലോഡിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും ഞാൻ ആ നെറ്റ്വർക്കിലേക്ക് വീണ്ടും പുതിയ പാക്കറ്റുകളെയോ പുതിയ ഫ്ലോയോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെയോ ട്രാൻസ്മിറ്റർ റിസീവറിനൊക്കെ ആഡ് ചെയ്താൽ പിന്നെ നമ്പർ ഓഫ് പാക്കറ്റ്സ് എവിടെ കൂടാൻ ചാൻസ് ഉണ്ട്? കപ്പാസിറ്റിയെ കാട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇനി ആൾക്കാരെ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ്വർക്കിലേക്ക് അലോ ചെയ്യണോ വേണ്ടയോ, അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നത് നല്ലൊരു പോളിസി ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പം നമ്മൾ ഒരു ബസ് നമ്മൾ നോക്കി നിൽക്കുക. അപ്പോൾ ആ ബസ്സിനകത്ത് നല്ല തിരക്കാ, അത്യാവശ്യം നല്ല തിരക്കാ. അപ്പോൾ അതിനകത്ത് ഇപ്പം തന്നെ അതിൻ്റെ ലോഡിൻ്റെ ഏകദേശം മാക്സിമം ഓടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ആ ബസ് ഇനിയും പോണ വഴിയിലെല്ലാം നിർത്തി ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനിയും കൺജഷൻ കൂടിപ്പോത്തല്ലേ ഉള്ളൂ. അതിന് പകരം ഒരു പരിധി കൂടുതൽ ഒരു അത്യാവശ്യം ലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി ഇറങ്ങാൻ വേണ്ടി മാത്രം നിർത്തുക, ആൾക്കാരെ അതോടെ കയറ്റുന്നില്ലെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യും? കൺജഷൻ കുറയത്തേ ഉള്ളൂ, പിന്നെ കൺജഷൻ കൂടത്തില്ല. മനസ്സിലായോ? അപ്പം അഡ്മിറ്റ് ചെയ്യുന്നത്, ആ നെറ്റ്വർക്കിലേക്ക് യൂസേഴ്സിന് അല്ലെങ്കിൽ പാക്കറ്റ്സിന് അഡ്മിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പറ്റുന്നതിനെ മാത്രം അഡ്മിറ്റ് ചെയ്യുക, പറ്റാത്തതിനെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള പ്രോപ്പറായിട്ടൊരു അഡ്മിഷൻ പോളിസി ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും എന്നല്ല, എന്ത് വരാതെ നോക്കാൻ പറ്റും? കൺജഷൻ വരാതെ നോക്കാൻ പറ്റും. കാരണം ഈ ഓപ്പൺ ലൂപ്പ് എന്ന് പറയുന്നത് കൺജഷൻ വരാതെ പരമാവധി നോക്കുന്ന കൺസെപ്റ്റുകളാണ് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ റീട്രാൻസ്മിഷൻ, വിൻഡോ, അക്നോളജ്മെന്റ്, ഡിസ്കാർഡിംഗ് ആൻഡ് അഡ്മിഷൻ, ഇത്രയുമാണ് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത രീതി എന്ന് പറയുന്നത്, നമ്മൾ കൺജഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അലീവിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കൺജഷൻ കൺട്രോൾ. അതെന്ന് പറയുന്നത് ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ ആണ്. അത് മെയിൻലി 4 ടൈപ്പാണ് വരിക: ബാക്ക് പ്രഷർ, ചോക്ക് പാക്കറ്റ്, ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് ആൻഡ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. ഇത് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ബാക്ക് പ്രഷർ. ഇപ്പോൾ ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത് സോഴ്സാണ്, ഡെസ്റ്റിനേഷനാണ്, ഡാറ്റ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് സോഴ്സിൽ നിന്ന് ഫസ്റ്റ് നോഡിലേക്ക് പോയി, ഫസ്റ്റ് നോഡിൽ നിന്ന് സെക്കൻഡ് നോഡിലേക്ക് പോയി, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് പോയി, തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക്, ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് പോയി, കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഈ തേർഡ് എന്ന് പറയുന്ന നോഡിൽ ഒരു കൺജഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക. അതായത് അതിന് ഇവിടുന്ന് വരുന്ന ഫ്ലോ, അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ സോഴ്സിൽ നിന്ന് ഈ ഒരു ഫ്ലോയിൽ വരുന്ന നമ്പർ ഓഫ് പാക്കറ്റുകളെ അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റുന്നില്ല? ഈ ഒരു നോഡിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ എന്ത് പറ്റും? കൺജഷൻ. കാരണം ഈ നല്ല റേറ്റിൽ പാക്കറ്റുകൾ ഈ 2ൽ നിന്ന് 3ലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട്, സോഴ്സിൽ നിന്ന് 1ലേക്ക്, 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2ൽ നിന്ന് 3ലേക്ക് നല്ല രീതിയിൽ റേറ്റിൽ എന്ത് വരുന്നുണ്ട്? പാക്കറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ ആ അതേ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാനോ മുമ്പോട്ട് പാസ് ചെയ്യാനോ ആരെ കൊണ്ട് പറ്റുന്നില്ല? 3യെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? കൺജഷൻ ഉണ്ടാവും. ഇപ്പോൾ ഉണ്ടായി എന്ന് വിചാരിക്കുക, കൺജഷൻ ഉണ്ടായി. അപ്പോൾ അതിനെ എങ്ങനെ അലിവേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതിന് കൺജഷൻ ഉണ്ടായെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? ഈ കൺജഷൻ ഉണ്ടായല്ലോ, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോഡിൽ, ഇതിൻ്റെ ഇൻപുട്ട് നോഡിൽ കൺജഷൻ ഉണ്ടല്ലോ, കാരണം ഇവിടെ വന്നുകൊണ്ടിരിക്കുക, ഇയാൾ എന്ത് ചെയ്യും? പാക്കറ്റ് എടുക്കത്തില്ല. അപ്പോൾ ഇത് എടുക്കാതാകുമ്പോൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യും? എടുക്കാതാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ആര് മനസ്സിലാക്കും? ഈ നോഡ് മനസ്സിലാക്കും. മനസ്സിലായോ? അപ്പോൾ ഈ നോഡ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ എന്തോ സംഭവിക്കും? ഈ നോഡ് എൻ്റെ ഔട്ട്പുട്ടിലോ ഡേറ്റ പോകത്തില്ല, കാരണം ഇവിടെ ഇതായിട്ടിരിക്കുക. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇവിടെ കൺജഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കൺജഷൻ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് നോഡിൽ ഡേറ്റ എടുക്കാൻ പറ്റാതാവും. അപ്പോൾ ഇൻഫർമേഷൻ അറിയും, 1 അറിയും. അപ്പോൾ 1 എന്ത് ചെയ്യും? ഇയാൾക്ക് ആണെങ്കിൽ ഡേറ്റ എങ്ങോട്ട് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കും. അപ്പോൾ ഇയാൾ ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കുമ്പം ഇതിൻ്റെ എന്ത് ചെയ്യും? ഇവിടെ നിന്നുണ്ടാവും, കൺജഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കൺജഷൻ ഉണ്ടാകുമ്പോൾ അതാരറിയും? സോഴ്സ് അറിയും.
അപ്പോൾ ശരിക്കും കഞ്ചഷൻ ഉണ്ടാകാൻ തുടങ്ങിയത് എവിടെയാണ്? തേർഡ് നോഡിലാണ്. അപ്പോൾ അവിടുന്ന് ആ ഒരു ഈ കഞ്ചഷൻ എങ്ങോട്ട് ബാധിച്ചു? ഇങ്ങോട്ട് അയക്കാതിരിക്കുമ്പോൾ ഇവിടെ ബാധിച്ചു. അവിടുന്ന് എങ്ങോട്ട് ബാധിച്ചു? അതിന് തൊട്ട് പുറകിലുള്ള അപ്സ്ട്രീം. ഇത് നമ്മൾ പറയുന്നത് ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷനെ നമ്മൾ ഡൗൺ സ്ട്രീം എന്നും തിരിച്ചുള്ളതിനെ നമ്മൾ അപ്സ്ട്രീം എന്നാണ് പറയുന്നത്. അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും. ഇപ്പം ഡേറ്റ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനെ ഡൗൺ സ്ട്രീം എന്നും മേലോട്ട് തിരിച്ചു പോകുന്നതിനെ അപ്സ്ട്രീം എന്നാണ് പറയുന്നത്. അപ്പം അപ്സ്ട്രീമിലുള്ള ഓരോ നോഡിലേക്ക് ഈ കഞ്ചഷൻ എന്ത് ചെയ്യും? നമ്മൾ ആണെങ്കിൽ ബാക്കിലേക്ക് ട്രാൻസ്മിറ്റ് കൊടുക്കും. അപ്പോൾ അത് നമ്മൾ ബാക്ക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3ൽ നിന്ന് 2ലേക്ക് പോയി, 2ൽ നിന്ന് 1ലേക്ക് പോയി, 1ൽ നിന്ന് സോഴ്സിലേക്ക് പോയി. സോഴ്സ് മനസ്സിലാക്കി ഇവിടെ കഞ്ചഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സോഴ്സ് തന്നെ എന്ത് ചെയ്യും? അയക്കുന്ന നമ്പർ ഓഫ് പാക്കറ്റുകൾ കുറയ്ക്കും. അപ്പോൾ സോഴ്സ് അയക്കുന്ന നമ്പർ ഓഫ് പാക്കറ്റുകൾ കുറയ്ക്കുമ്പോൾ അതനുസരിച്ച് പ്രോസസ്സ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? 1നെ കൊണ്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഔട്ട് കുറഞ്ഞു, 1ൻ്റെ ഔട്ട് കുറഞ്ഞു. 1ൻ്റെ ഔട്ട് കുറയുമ്പം 2ൽ കിട്ടുന്ന നമ്പർ ഓഫ് പാക്കറ്റുകൾ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ 2ന് പ്രോസസ്സ് ചെയ്യാം, കുഴപ്പമില്ല. 2ൻ്റെ ഔട്ടിലുള്ള നമ്പർ ഓഫ് പാക്കറ്റ്സ് കുറഞ്ഞു. 2ൻ്റെ ഔട്ടിലുള്ള നമ്പർ ഓഫ് പാക്കറ്റ്സ് കുറയുമ്പോൾ 3ൻ്റെ ഇൻപുട്ടിലുള്ള നമ്പർ ഓഫ് പാക്കറ്റ്സ് കുറഞ്ഞു. അപ്പോൾ 3ക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ 3ലുള്ള കഞ്ചഷൻ അവോയ്ഡ് ചെയ്യാൻ 4ലേക്ക് പോകും, ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ ബാക്ക് പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ എവിടെയാണോ ഒരു കഞ്ചഷൻ ഉള്ളത് അവിടെ നിന്നുള്ള അപ്സ്ട്രീം നോഡിലേക്ക് പ്രീവിയസ്ലി ആയിട്ടുള്ളത് എന്ത് ചെയ്യും? ഇങ്ങനെ പാസ് ചെയ്ത് അവസാനം സോഴ്സ് എത്തും. സോഴ്സ് അതിനെ തിരിച്ച് എലിവേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഏതിൻ്റെ കൺസെപ്റ്റ്? ബാക്ക് പ്രഷർ മെത്തേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ക്ലോസ് ലൂപ്പ് കഞ്ചഷൻ കൺട്രോളിലെ. രണ്ടാമത്തെന്ന് പറയുന്നത് അതുപോലെ തന്നെയുള്ള ക്ലോസ് ലൂപ്പ് കൺട്രോളിലെ രണ്ടാമത്തെന്ന് പറയുന്നത് ചോക്ക് പാക്കറ്റാണ്. ചോക്ക് പാക്കറ്റ് എന്ന് പറയുന്നത് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച ബാക്ക് പ്രഷർ മെത്തേഡിൻ്റെ സെയിം ആണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ ബാക്ക് പ്രഷറിൽ നമുക്ക് എവിടെയാണോ കഞ്ചഷൻ വരുന്നത് അവിടുന്ന് അപ്സ്ട്രീം നോഡിൽ തൊട്ട് പുറകിലത്തെ അപ്സ്ട്രീം നോഡിലേക്ക് അത് പാസ് ചെയ്യും, അവിടുന്ന് തൊട്ട് പുറകിലത്തെ അപ്സ്ട്രീം നോഡിലേക്ക് പാസ് ചെയ്യും. ഇങ്ങനെ പുറമോട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ സോഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ കഞ്ചഷൻ ഉണ്ടെന്നുള്ളത് സോഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. മറ്റേന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത അപ്സ്ട്രീം നോഡ്, അവിടുന്ന് അടുത്ത അപ്സ്ട്രീം നോഡ്, ഇങ്ങനെയായിരുന്നു നമ്മൾ ബാക്ക് പ്രഷറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെയാണോ കഞ്ചഷൻ ഉണ്ടാകുന്നത് അവിടുന്ന് ഒരു പാക്കറ്റ് ഡയറക്റ്റ്ലി ആർക്ക് അയച്ചു കൊടുക്കും? സോഴ്സിന് അയച്ചു കൊടുക്കും. അതായത് പ്രീവിയസ് നോഡുകളിലേക്ക് പോയി പാസ് ചെയ്തല്ല, കഞ്ചഷൻ ഉണ്ടാകുന്ന നോഡിൽ നിന്ന് ഡയറക്റ്റ്ലി ഒരു പാക്കറ്റ് നമ്മൾ എങ്ങോട്ട് അയച്ചു കൊടുക്കും? സോഴ്സിലേക്ക് അയച്ചു കൊടുക്കും. ആ അയക്കുന്ന പാക്കറ്റിന് വിളിക്കുന്ന പേരാണ് ചോക്ക്. മനസ്സിലായോ? അതായത് ഇവിടെ കഞ്ചഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സോഴ്സിനെ അറിയിക്കാനുള്ള ഡയറക്റ്റായിട്ട് അയക്കുന്ന പാക്കറ്റാണ് ഇത് ചോക്ക് പാക്കറ്റ്. അപ്പോൾ ഈ പാക്കറ്റ് ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ സോഴ്സിന് മനസ്സിലും ഇന്ന നോഡിൽ എന്ത് നടന്നിട്ടുണ്ട്? കഞ്ചഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും സ്പീഡിൽ ഞാൻ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഡേറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് കുറയ്ക്കും, അല്ലെങ്കിൽ റേറ്റ് കുറയ്ക്കും. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എന്ത് ചെയ്യും? കഞ്ചഷൻ അലീവിയേറ്റ് ആവും. അതാണ് ചോക്ക് പാക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്ക് പ്രഷറും ചോക്ക് പാക്കറ്റുമാണ് പഠിച്ചത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. അപ്പോൾ ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് എന്നും എക്സ്പ്ലിസിറ്റ് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ അതായത് എന്താണ് ഓപ്പൺ ആയിട്ട്, അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ എക്സ്പ്ലിസിറ്റ് ആയിട്ടെന്നും ആണെങ്കിൽ ഇൻഡയറക്ട്ലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിസിറ്റ് എന്നും, ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനെ പറയുന്നതിനോ സിഗ്നൽ ചെയ്യുന്നതിനോ കാണിക്കുന്നതിനോ ഒക്കെ ഇംപ്ലിസിറ്റ് എന്നും, ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലിസിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ചഷൻ ഉണ്ടായ ഒരു നോഡിൽ കഞ്ചഷൻ ഉണ്ടായാൽ അത് നോഡിൽ കഞ്ചഷൻ ഉണ്ടായെന്നുള്ളത് സോഴ്സിനെ അറിയിക്കണം. അത് ഡയറക്റ്റ് അറിയിക്കാതെ പല സിംറ്റംസ് വഴി പല രീതിയിൽ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ സോഴ്സിനെ അറിയിക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സിഗ്നലിംഗ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു നോഡിൽ കുറേ പാക്കറ്റുകൾ ആണെങ്കിൽ കഞ്ചഷൻ ആയിപ്പോയി. അപ്പോൾ അത് ആ പല നോഡുകളും പല പാക്കറ്റുകൾ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടി വന്നു, നശിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഒന്നും അക്നോളജ്മെൻറ്റ് തിരിച്ച് എവിടെ വരത്തില്ല? സോഴ്സിൽ വരത്തില്ല. അങ്ങനെ പല വരത്തില്ലല്ലോ. അപ്പോൾ ആ പാക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ പാക്കറ്റുകൾ റിസീവറിൽ എത്താൻ ഒത്തിരി സമയം എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യം വരുമ്പം സോഴ്സ് തന്നെത്താനെ അസ്യൂം ചെയ്യും. ഈ സിംറ്റംസ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഈ സിംറ്റംസ് കണ്ടിട്ട് സോഴ്സ് എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും, അല്ലെങ്കിൽ മനസ്സിലാക്കും. ഇപ്പം നമ്മുടെ ഈ പോകുന്ന ട്രാഫിക് നെറ്റ്വർക്കിൽ എവിടെയോ എന്ത് നടന്നിട്ടുണ്ട്? കഞ്ചഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും? അതിൻ്റെ ഔട്ട്പുട്ടിൽ സോഴ്സിൻ്റെ ഔട്ട്പുട്ടിലേക്കുള്ള നമ്പർ ഓഫ് പാക്കറ്റ്, റേറ്റ് ഓഫ് ഡേറ്റ സെൻഡ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഞ്ചഷൻ ഇല്ലാതാക്കാൻ നോക്കും. അപ്പോൾ ആരും ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആരെ അറിയിച്ചില്ല, സോഴ്സിനെ അറിയിച്ചില്ലെങ്കിലും ഈ കഞ്ചഷൻ കാരണം ഉണ്ടാവാവുന്ന പല സിംറ്റംസ് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കും. നമ്മുടെ സോഴ്സ് മനസ്സിലാക്കിയെടുത്ത് ഔട്ട്പുട്ടിലേക്കുള്ള റേറ്റ് കുറച്ച് കഞ്ചഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. കാരണം ഡയറക്റ്റായിട്ട് ആരും സോഴ്സിനെ അറിയിക്കുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആരറിയുന്നത്? സോഴ്സ് ഈ കാര്യം അറിയുന്നതും ചെയ്യുന്നതും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിക്കുവാണ്.
നമ്മൾ ഒരു പാക്കറ്റ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ഡേറ്റ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നോഡിൽ ഒരു എന്താണ് കഞ്ചഷൻ ഉണ്ടായെങ്കിൽ ആ നോഡിൽ നിന്നൊരു സിഗ്നൽ ഡയറക്റ്റ്ലി, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആർക്ക് കൊടുക്കുവാണ്, ആണെങ്കിൽ സോഴ്സിന് കൊടുത്ത് സോഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് അറിയിക്കുവാണ് ഇവിടെ കഞ്ചഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് തന്നെ ഈ ചോക്ക് പാക്കറ്റിനകത്ത് ചെയ്തത്. കാരണം ചോക്ക് പാക്കറ്റിൽ നമ്മളൊരു പർട്ടിക്കുലർ പാക്കറ്റ് ഉപയോഗിച്ച് പർട്ടിക്കുലർ സിഗ്നൽ ഉപയോഗിച്ച് നമ്മൾ ആരെ അറിയിക്കുക, സോഴ്സിനെ അറിയിക്കുക. അപ്പോൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ചോക്ക് പാക്കറ്റും എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് സെയിം അല്ലേ? അല്ല. ചോക്ക് പാക്കറ്റിൽ നമ്മൾ എവിടെയാണോ, ഏത് നോഡിലാണോ കഞ്ചഷൻ ഉണ്ടായത്, ആ കഞ്ചഷൻ ഉണ്ടായ നോഡിൽ നിന്ന് ഒരു സെപ്പറേറ്റ് പാക്കറ്റ് നമ്മൾ എങ്ങോട്ട് അയക്കുമായിരുന്നു, സിഗ്നൽ സോഴ്സിലേക്ക് അയച്ചാണ് ഇൻഫോം ചെയ്തിരുന്നത്. എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അറിയിക്കുവാണ്, പക്ഷെ നമ്മളിവിടെ ഒരു സെപ്പറേറ്റ് പാക്കറ്റ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ ഡേറ്റ പാക്കറ്റ്സ് അയക്കുന്നുണ്ട്. ഡെസ്റ്റിനേഷനിൽ നിന്ന് തിരിച്ച് സോഴ്സിലേക്ക് നമ്മൾ എന്ത് അയക്കുന്നുണ്ട്, അക്നോളജ്മെന്റ് പാക്കറ്റ്സ് അയക്കുന്നുണ്ട്. അപ്പോൾ ഈ അയക്കുന്ന ഡേറ്റ പാക്കറ്റിനകത്തൊന്നും അക്നോളജ്മെന്റ് പാക്കറ്റിനകത്തേക്ക് നമ്മൾ ഈ കഞ്ചഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അയക്കുവാണെങ്കിൽ, അതായത് സെപ്പറേറ്റ് പാക്കറ്റായിട്ടല്ല, ഓൾറെഡി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ പാക്കറ്റിലും അതുപോലെ തന്നെ അക്നോളജ്മെന്റ് പാക്കറ്റിലേക്ക് നമ്മൾ ഇത് ഈ ഒരു കറസ്പോണ്ടിങ് ഇൻഫർമേഷനും കൂടെ, കഞ്ചഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ആരെ അറിയിക്കും, സോഴ്സിനെയോ ഡെസ്റ്റിനേഷനെ അറിയിക്കുവാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. ഡയറക്റ്റ് അറിയിക്കുന്നുണ്ട്, പക്ഷെ സെപ്പറേറ്റ് പാക്കറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓൾറെഡി അതുവഴി പോകുന്ന ബാക്കി ആവശ്യങ്ങൾക്കുള്ള ഡേറ്റ പാക്കറ്റ്സും അക്നോളജ്മെന്റ് പാക്കറ്റ്സും ഉപയോഗിച്ച് തന്നെ ആരെ അറിയിക്കും, സോഴ്സിനെയോ ഡെസ്റ്റിനേഷനെയോ ഇവിടെ കഞ്ചഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയിച്ച് അത് ഒഴിവാക്കി എടുക്കുന്ന മെത്തേഡിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പ്ലിസിറ്റ് സിഗ്നൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒന്നുകിൽ ആ പാക്കറ്റ് പോകുന്നത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അക്നോളജ്മെന്റ് എവിടെ നിന്നായിരിക്കാം, ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്ക് ആയിരിക്കാം. ഈ പാക്കറ്റുകൾ ഇൻക്ലൂഡ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, അതായത് ഇന്നപോലെ ഫോർ എക്സാമ്പിൾ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന പാക്കറ്റ് ഉണ്ട്. ആ പാക്കറ്റിനകത്ത് ഇപ്പോൾ കഞ്ചഷൻ, ഇവിടെ തേർഡ് നോഡിൽ കഞ്ചഷൻ ഉണ്ടായി. അപ്പോൾ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന പാക്കറ്റിനകത്തോട്ട് ഈ തേർഡ് നോഡ് എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടെ ആഡ് ചെയ്തു, അതായത് തേർഡ് നോഡിൽ കഞ്ചഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പാക്കറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ കൂടെ ആഡ് ചെയ്ത് ആ പാക്കറ്റ് എങ്ങോട്ട് അയച്ചു, 4ലേക്ക് അയച്ചു, 4ൽ നിന്ന് വിളിച്ചു ഡെസ്റ്റിനേഷനിലേക്ക് അയച്ചു. അപ്പോൾ ഇപ്പം നിലവിൽ കഞ്ചഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതാരാ, ഡെസ്റ്റിനേഷനാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യും, അതിന് ആവശ്യം, ഈ കഞ്ചഷൻ അലിവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡെസ്റ്റിനേഷൻ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ സിഗ്നൽ ചെയ്യുന്നതെങ്കിൽ, ഇതിപ്പം സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് ഡേറ്റ ഫ്ലോ, ആ ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ സിഗ്നൽ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫോർവേഡ് സിഗ്നലിംഗ് എന്നും വിളിക്കും. അതേസമയം തിരിച്ച് ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു അക്നോളജ്മെന്റ് വരുമ്പം ആ അക്നോളജ്മെന്റ് പാക്കറ്റിനകത്തോട്ട് കഞ്ചഷൻ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കയറ്റി അതിനെ തിരിച്ച് സോഴ്സിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ സിഗ്നലിംഗ് നടക്കുന്നത് എങ്ങോട്ടാ, അതായത് ഡേറ്റ ഫ്ലോ ഇങ്ങോട്ടാണെങ്കിലും സിഗ്നലിംഗ് നടക്കുന്നത് എങ്ങോട്ടാ, തിരിച്ചാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ബാക്ക്വേർഡ് സിഗ്നലിംഗ് എന്നും വിളിക്കും. അതായത് യൂഷ്വൽ പാക്കറ്റിന്, സാധാരണ ഡേറ്റ പാക്കറ്റിനകത്ത് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ സിഗ്നൽ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഫോർവേഡ് സിഗ്നലിംഗ് എന്നും, ഡെസ്റ്റിനേഷനിൽ തിരിച്ചു വരുന്ന അക്നോളജ്മെന്റ് പാക്കറ്റിനകത്തോട്ട് ഈ കഞ്ചഷൻ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്ത് സോഴ്സിനെ അറിയിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ ബാക്ക്വേർഡ് സിഗ്നലിംഗ് എന്നും വിളിക്കും. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ക്ലോസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ബാക്ക് പ്രഷർ ഉണ്ട്, ചോക്ക് പാക്കറ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ഉണ്ട്. എക്സ്പ്ലിസിറ്റിനകത്ത് തന്നെ 2 ടൈപ്പ് ഓഫ് സിഗ്നലിംഗ് ഉണ്ട്, ബാക്ക്വേർഡ് സിഗ്നലിംഗും ഫോർവേഡ് സിഗ്നലിംഗും. തിരിച്ച് സോഴ്സിനെ തന്നെ അറിയിക്കുവാണെങ്കിൽ ബാക്ക്വേർഡ് സിഗ്നലിംഗും, നമ്മുടെ ഡെസ്റ്റിനേഷനെ അറിയിക്കുവാണെങ്കിൽ അത് ഫോർവേഡ് സിഗ്നലിംഗും. മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മുടെ പല ടൈപ്പ് ഓഫ് കഞ്ചഷൻ കൺട്രോൾ, ഏതൊക്കെ രീതിയിൽ നമുക്ക് കഞ്ചഷൻ കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മതി. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് ക്വാളിറ്റി ഓഫ് സർവീസ് ആണ്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വേറെ വീഡിയോ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇട്ടുതരാം.